ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു ചെമ്മീൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ബിരിയാണിയുടെ ഒരു ബേസിക് റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ഉപയോഗിച്ച് ഏത് തരം ബിരിയാണി വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. തീർച്ചയായും ഉറപ്പിച്ചോളൂ, ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു നല്ല കിടിലൻ ബിരിയാണി ഉണ്ടാക്കാൻ സാധിക്കും. കഴുകി വൃത്തിയാക്കിയെടുത്ത 1 കിലോ ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് കൂട്ടി തിരുമ്മി യോജിപ്പിച്ച് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണി റൈസ് തയ്യാറാക്കാനായി ഞാൻ 2.5 കപ്പ് വയനാടൻ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് 20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം. അതിനുശേഷം നന്നായി കഴുകി വാരി ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മസാല തയ്യാറാക്കാനായി 7 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും നന്നായി ചതച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ 2 വലിയ തക്കാളിയും 4 സവാളയും ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം ഉണക്കമുന്തിരിയും കശുവണ്ടിയും വറുത്തെടുക്കാം. ഉണക്കമുന്തിരി ഒരു ബലൂൺ പോലെ വീർത്ത് വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം. അതുപോലെ കാഷ്യൂവും ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ ഓരോന്നായി പതുക്കെ ഒന്ന് വറുത്തെടുക്കാൻ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. 2 പുറവും ഒന്ന് മറിച്ചിട്ട് ചെറുതായി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പോരാത്ത ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായി മൊരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് മൊരിയിക്കുമ്പോൾ ചെമ്മീൻ വളരെ ഹാർഡായി പോവും. അതുകൊണ്ട് ഈ പാകത്തിന് എടുക്കുന്നതാണ് നല്ലത്. 2 വശവും ചെറുതായി ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ തീ ഹൈ ഫ്ലെയിമിലേക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്നുകൂടി ഒന്ന് പുറംഭാഗം മാത്രം മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും 7 ഏലക്കായും 8 ഗ്രാമ്പൂവും 2 ചെറിയ പീസ് കറുകപ്പട്ടയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള കൂടി ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം ചെറിയൊരു ഗോൾഡൻ യെല്ലോ കളർ ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇത് തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് സഹായിക്കും. തീ ഒരു മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ അത് നന്നായി വഴന്ന് കിട്ടുകയും സവാളയുമായി നല്ലോണം ചേരുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പൊടികൾ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രൈ ചെയ്ത ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ വിതറാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് തിളച്ച് കുറുകി വരണം. ഒരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒരുപാട് വറ്റി പോകാതെ നോക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു തിക്ക് ഗ്രേവിയായി കിട്ടുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഗ്രേവി ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗം വെള്ളമെടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 3 ഏലക്കായയും 6 ഗ്രാമ്പൂവും 1/2 ടീസ്പൂൺ കുരുമുളകും 2 ചെറിയ കഷ്ണം കറുകപ്പട്ടയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് ഇത് തിളച്ച് അരി വെന്ത് വരുമ്പോൾ ചോറിലേക്ക് ആ ഉപ്പ് പാകത്തിന് പിടിക്കുകയുള്ളൂ. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ചോറിൻ്റെ പാകം നോക്കാം. ഒരല്പം കൂടി വേവ് ആവശ്യമുണ്ട്. ഒന്നുകൂടി തിളപ്പിച്ച് ഒരു 1/4 വേവാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചോറ് 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. ഇനി ബിരിയാണി സെറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യത്തെ ലെയർ ചോറ് ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില കൂടി വിതറി കൊടുക്കാം. വീണ്ടും ഒരല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെമ്മീൻ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലായിടത്തും ഒരേപോലെ നിരത്തി സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുക. ചോറും ചെമ്മീൻ മസാലക്കൂട്ടും തീരുന്നതുവരെ ഈ പ്രോസസ്സ് തുടരുക. ഞാനിപ്പോൾ ഒരു 3 ലെയർ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ചോറ് ഊറ്റിയെടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉപ്പ് നോക്കി കറക്റ്റാണോ എന്ന് നോക്കണം. പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ സെർവ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴെ വരെ ഒരു പീസ് പോലെയാണ് കോരിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് മീതേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2-3 തുള്ളി നെയ്യും കൂടി അവിടവിടായി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ വറുത്തെടുത്ത സവാളയും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീയിലിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. വളരെ ചെറിയ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.